ബാവച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ അടുക്കളയിലേക്കൊന്ന് പോകാം. അടുക്കളയിൽ പോകുമ്പോൾ ഒരു കാഴ്ച കാണാം. ഹായ് ചിന്നു. അവൾ എൻ്റെ വീട്ടിലേക്ക് കൂടാൻ വന്നതാണ്. അവൾ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരുന്നുണ്ട്. ഇത് ആർക്കാണ് ഉണ്ടാക്കുന്നത്? എനിക്കാണോ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കാണോ നീ? അല്ലല്ലോ, ഇതെന്റെ പാറൂസ്മോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്നത്. എൻ്റെ മക്കൾക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ ഇതാ അമ്മ ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട്. ഇത് പാനിപ്പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവൾക്ക് പാനിപ്പൂരി നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയട്ടോ. ഞാനത് വലിയ പൊങ്ങച്ചം പറയല്ല. ഇവൾ ആദ്യം എവിടെയാണ് നിന്നത്? ഗോവയിലും പിന്നെ എവിടെയായിരുന്നു? കാർവാറിൽ നിന്ന സമയത്ത് അവിടെ നിന്ന് ഹിന്ദിക്കാരെ കൂടെ ഇരുന്ന് പഠിച്ചതാട്ടോ. അവളെ ഹസ്ബൻഡ് നേവിക്കാരനായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ സ്പെഷ്യലാണല്ലോ പാനിപ്പൂരി. അന്നൊന്നും എനിക്കിത് ഇഷ്ടമില്ലായിരുന്നു. പിന്നീട് ഭയങ്കര ഇഷ്ടമായി വന്നു. പിന്നെ അവളിതിങ്ങനെ ട്രൈ ചെയ്ത് എന്തോ ലക്കില്ല നന്നായി. സത്യം പറയട്ടെ, പറഞ്ഞോ. എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന പാനിപ്പൂരിയ ഏറ്റവും ഇഷ്ടം. എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടം. അതല്ല പാറക്കുട്ടിക്കും എനിക്കൊക്കെ ഇവളുണ്ടാക്കുന്ന പാനിപ്പൂരിയാണ്. നമ്മളെ കോഴിക്കോട് മാനാഞ്ചിറയിലെടുത്തുള്ള പാനിപ്പൂരിയാണ് ഞാൻ കൂടുതലും കഴിക്കാറ്. പക്ഷെ എനിക്ക് ഇഷ്ടം എൻ്റെ അനിയത്തി ഉണ്ടാക്കുന്ന പാനിപ്പൂരിയാണ്. കാരണം അവർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ഉള്ളത് അവൾക്ക് അറിയാം. അവളെങ്ങനെയോ പഠിച്ചെടുത്തു. വലിയ സംഭവം എന്നല്ല, ജസ്റ്റ് ഒന്ന് പഠിച്ചെടുത്തു, അത്ര മാത്രം. ബാക്കി എന്തൊക്കെയാണ് ഉള്ളതിൽ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പൊ പൊട്ടറ്റോ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മദാ ഉള്ളിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ചു നേരം മല്ലിയില പുതിനയൊക്കെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഗൈസ്. പുളി വെള്ളത്തിലിടണം. ഓക്കെ, പുളി വെള്ളത്തിലിടണ്ടേ? നിങ്ങൾ അങ്ങനെ ഓരോന്ന് ചെയ്തോളൂ. ഞാൻ ചെറിയൊരു റെസ്റ്റ് എടുത്ത് വരാം. ഓക്കെ, നമ്മൾ പാനിപ്പൂരിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അനിയത്തി സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. നല്ല മസാലയും മസാല സെറ്റാക്കുന്നത് കണ്ടോളൂ. മസാല ഉരുളക്കിഴങ്ങൊക്കെ അതിലേക്ക് അത് ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഇട്ടിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മിക്സർ, തൈര് ഒഴിക്കണം. തൈര് പഞ്ചസാര ചേർക്കണം കേട്ടോ. എന്നിട്ട് നമ്മളെ മെയിൻ സാധനം പാനിപ്പൂരിൻ്റെ വെള്ളം, എന്താ ചിഹ്നോ പറ, മല്ലിച്ചപ്പും അത് പുതിനയും പുളിയും. റെസിപ്പി എല്ലാം വേണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അവൾ പറഞ്ഞതില്ല, റെസിപ്പി ഒന്നും പറഞ്ഞതില്ല. അങ്ങനെ നമ്മുടെ പാനിപ്പൂരി സെറ്റാണ്. അപ്പോൾ ഞാൻ കഴിക്കാനല്ല, പാറൂട്ടി കഴിക്കുന്നതാ. കഴിച്ചോ? എങ്ങനെയുണ്ട്? എനിക്ക് കൊതിയാവുന്നു. അപ്പോൾ എടുത്തോളൂ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. ഇത്രയും ഉണ്ട്, നമുക്കതൊക്കെ കാലിയാക്കണതാ. ഇത് തികയില്ല എന്ന് തോന്നിയിട്ട് നമ്മൾ പിന്നെ കവറിൽ കുറച്ചും കൂടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും നുണയന്മാരാണ് ഇവിടെ പാനിപ്പൂരിക്ക് വേണ്ടി. കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. ടാറ്റാ. അപ്പോൾ നമ്മുടെ പാനിപ്പൂരി ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. കവറിലോ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലുള്ളതിന് ഇത്രയേ ഉള്ളൂ. അമ്പാടി എടുത്ത് വെച്ച് കാണിച്ചതാ. 30 എണ്ണം അവൻ എടുത്ത് വെച്ചതാ. അമ്പാടി, ഇതെല്ലാം നീ കഴിക്കടാ. അവൻ ആദ്യം തന്നെ എല്ലാം എടുത്തു വെച്ചാൽ 30 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ പാറക്കുട്ടി നല്ല പോളിംഗ് ആണ്. എങ്ങനെയുണ്ട് പറസേ? ഞാനി നല്ല പോളിംഗ് ആണ്. അമ്മ നല്ല പോളിംഗ് ആണ്. ഞാനും കുഴപ്പമില്ലാതെ ഗൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബാച്ചി കഴിച്ചു കഴിഞ്ഞോ? ബാബാച്ചി കഴിച്ചു കഴിഞ്ഞോ? അപ്പം ഞങ്ങളിത് തുടരുകയാണ്. ഞങ്ങൾക്കിത് കാലിയാക്കണം. ഓക്കെ ഗൈസ്.